സോ ഗൈസ്, യു കെയിൽ വന്നതിന് ശേഷം ഒരുപാട് പേര് ഇവിടുത്തെ വാക്കുകൾ പറഞ്ഞ് അബദ്ധം പറ്റിയവരുണ്ട്, ജോലി പോയവരുണ്ട്, ആവശ്യമില്ലാത്ത വള്ളിക്കുരുക്കിലൊക്കെ പെട്ടവരുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ, അത് ഞാൻ ഉദ്ദേശിച്ചത് വിടുക അല്ല ഉദ്ദേശിച്ചത്, നമ്മൾ പറയുന്ന ആ പ്രോപ്പർ വാക്ക്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മാനസികമായിട്ട് എനിക്കൊരു വിഷമമുണ്ടായി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പൊതുവെ മലയാളികൾ പറയുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ. എന്ത് പറഞ്ഞാലും ഡിപ്രഷൻ, അങ്ങ് ഡിപ്രഷനായിപ്പോയി, ഡിപ്രഷനാണ്, ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. എന്നാൽ പ്രോപ്പറായിട്ടുള്ള ഡിപ്രഷൻ എന്താണെന്ന് ഇവർക്ക് അറിയാൻ ഇതാണ് ഈ പറയുന്നത്. ഈ ഡിപ്രഷനോട് സാമ്യമുള്ള വാക്കുകളാണ് മെൻ്റൽ സ്ട്രെസ്സ്, എൻ്റെ മെൻ്റലി ഓക്കെ അല്ല, അങ്ങനെ പല വാക്കുകളും നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ചിലപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും പഠിച്ചതെങ്കിൽ പോലും ഇവരാരും, അല്ല ഞാൻ ഉൾപ്പെടെ ആരും ബ്രിട്ടീഷ് ആക്സെൻറ്റോ ബ്രിട്ടീഷ് ഇംഗ്ലീഷോ പഠിച്ചതായിരിക്കത്തില്ല. സോ നമ്മൾ ഓരോ സ്ഥലത്ത് ഉപയോഗിക്കുന്ന വാക്കുകളുടെ പ്രശ്നമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാത്തരം, ഞാൻ ഉദാഹരണം പറയുകയാണ്, നമ്മൾ എല്ലാത്തരം കേക്കുകൾക്കും കേക്ക് എന്ന് പറയും, പൂ കേക്ക് എന്ന് പറയും, കപ്പ് കേക്ക് എന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കോ എത്ര ഞാൻ നോർമൽ ഒരാൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ക്രൊസൻ്റ് ആയാലും മഫിൻസ് ആയാലും കപ്പ് കേക്ക് ആയാലും നമ്മൾ പഠിച്ച കാര്യങ്ങളായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ യൂട്യൂബൊക്കെ കാണാൻ തുടങ്ങിയ ശേഷമായിരിക്കും ടേബിൾ സ്പൂണ്, ടീ സ്പൂണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള. ഇവിടെ വന്നപ്പോൾ ഇത് കട്ട്ലറീസ് ആയി, സൂപ്പ് സ്പൂണായി, ഫോർക്ക്, നൈഫ്, ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ ഈ വാക്കുകളും പേരുകളും പറയാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ എൻ്റെ ഒരു പറയാൻ ഒരുപാടുണ്ട്, നമ്മുടെ സമയപരിമിതി പോലും പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ യു കെയിൽ ഒരു നല്ലൊരു ഫേമിൽ, നല്ലൊരു സ്ഥാപനത്തിൽ ജോലിക്ക് നിന്നിരുന്ന ഒരാളാണ്. അതായത് പുള്ളിക്ക് ഇന്ത്യൻ മണി ഏകദേശം 1.5 കോടി to 2 കോടി രൂപയോളം ഇയർലി സാലറി കിട്ടുന്നു. കൂടാതെ മറ്റ് ബെനിഫിറ്റ്സ്, അതായത് വീക്കിലി അവർക്ക് ബിയർ അല്ലെങ്കിൽ പാർട്ടീസ്, പല സ്ഥലങ്ങളിലേക്ക് ഹോളിഡേ ട്രിപ്സ്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു കമ്പനി, അക്കോമഡേഷൻ 1000 പൗണ്ട് മന്ത്ലി അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അതിലെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എപ്പോഴോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയാറില്ല, ഇവിടുത്തെ ജോലി കാരണം പണ്ടാരം എവിടെയും പോയി മരിക്കാൻ തോന്നുക എന്നൊക്കെ ചുമ്മാ നമ്മൾ യൂഷ്വലി അന്നേരത്തെ ഒരു പറഞ്ഞു പോകും. പുള്ളിക്കാരൻ അതങ്ങനെ ഒന്ന് പറഞ്ഞത് മറ്റൊരാൾ കേൾക്കുകയും ഈ പറഞ്ഞ MD ആരുണ്ടായിരുന്നു അവരറിയുകയും അവരും കേട്ടാൻ തോന്നുന്നു. എന്തിനായാലും അദ്ദേഹത്തിനെ പെട്ടെന്നൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. മീറ്റിങ്ങിനിടയ്ക്ക് ഇതേപോലെ യാദൃശ്യമായിട്ട് സംസാരിച്ചു വിട്ടപ്പോൾ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടു, എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ്, ജോലി കാരണം ഡിപ്രഷനാണ്, എവിടെയും പോയി മരിക്കാൻ തോന്നുന്നു എന്നൊരു വാചകം ഇങ്ങനെ കേട്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ പുള്ളി വിചാരിച്ച് ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കൊരു ഹോളിഡേ കിട്ടും. യെസ് പറയുവാണെങ്കിൽ, ഓക്കെ അങ്ങനെ യെസ് പറയുകയാണെങ്കിൽ എനിക്കൊരു ഹോളിഡേ കിട്ടും, ചിലപ്പോൾ സാലറി ഇൻക്രിമെൻറ്റ് കിട്ടും, ഭയങ്കര വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരനും ഒരു വർക്ക് ലോഡ് കുറച്ച് കൊടുക്കും എന്നൊക്കെയാണ് ആദ്യമേ കരുതിയത്. പുള്ളി ആ ഇൻ്റർവ്യൂവിൽ, കാരണം കാഷ്വലി ചിരിച്ചോണ്ടൊക്കെ ആയിരിക്കുമല്ലോ സംസാരിക്കുന്നത്, നമ്മുടെ നാട്ടിലെ കൂട്ട് ഭയങ്കര അങ്ങനൊന്നും അല്ലല്ലോ. പുള്ളി പറഞ്ഞു ജോലിഭാരം ഭയങ്കര കൂടുതലാണ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും പോയി മരിച്ചാൽ മതി എന്നൊക്കെ അങ്ങ് തോന്നുന്നു പറഞ്ഞു. ആദ്യം പറഞ്ഞത് അൺഒഫീഷ്യലായിട്ട് വെറുതെ പറഞ്ഞു പോയത്. രണ്ടാമത് പറഞ്ഞത് റെക്കോർഡിക്കലി വന്നു, തെളിഞ്ഞു. അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിയെ സഡൻ ആക്ഷൻ അന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്തു. പുള്ളിക്ക് 2 മാസത്തിനുള്ളിൽ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാണ് ലെറ്റർ കൊടുത്തത്. ഈ 2 മാസം എന്ന് പറയുന്നത് പുള്ളിക്ക് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ ഇത്രയും പാക്കേജിൽ നിന്നൊരാൾ എവിടെ ജോലിക്ക് പോകും? ഒരു കെയർ ഹോമിൽ കയറിയേ പറ്റൂ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും വെയർ ഹൗസിൽ കയറാൻ പറ്റൂ. സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു വർഷം കൂടുമ്പോൾ 1.5 കോടി 2 കോടി രൂപ സാലറി മേടിക്കുന്ന ഒരാൾ കെയർ ഹോമിൽ പോയി പട്ടിപ്പണി എടുത്ത് ഇത്രയും ജോലി ചെയ്ത്, അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൽ പോയി ഇത്രയും കഷ്ടപ്പെടുക, അല്ലെങ്കിൽ ടാക്സി ഡ്രൈവറായിട്ടോ മറ്റേത് ജോലിക്ക് പോയാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. പുള്ളി പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്താണ്, അതായത് ഡിപ്രഷൻ അല്ലെങ്കിൽ സൂയിസൈഡ്. ഈ 2-3 വാക്കുകൾ കൊണ്ട് ഉണ്ടായ നഷ്ടം എന്നാലോചിക്കുക. വർഷത്തിൽ 2 കോടി കിട്ടുന്ന ശമ്പളം, ജോലി പോയി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പറയുന്ന വാക്കുകൾ അനുസരിച്ചിരിക്കും. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ UK വന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അന്ന് പറഞ്ഞൊരു കഥ ഞാൻ പറയുകയാണ്. അവൻ എന്നോട് പറഞ്ഞത്, നീ ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, ബയോഡേറ്റ കൊടുക്കുമ്പോഴത്തേക്ക് നിനക്ക് എള്ളുണ്ട ഉണ്ടാക്കാൻ അറിയാം, അരിയുണ്ട ഉണ്ടാക്കാനാണ് വേക്കൻസി എങ്കിൽ നീ അരിയുണ്ട ഉണ്ടാക്കാൻ അറിയാം, അല്ലെങ്കിൽ ഞാൻ എള്ളുണ്ട ഉണ്ടാക്കുന്ന ആളാണ്, പക്ഷേ അരിയുണ്ട ഉണ്ടാക്കാനും എളുപ്പമാണ്, ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വ്യത്യാസമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോയിന്റ് പിടിയിട്ട് ഒരു ഉദാഹരണം പോലെ അവൻ എന്നോട് പറഞ്ഞ അതേ സ്റ്റോറിയാണ് നിങ്ങളോട്. എള്ളുണ്ട അരിയുണ്ടയും സെയിം കണ്ടാൽ ഒരുപോലെയാണ്. അപ്പോൾ എള്ളുണ്ടയ്ക്കായിരിക്കും ചിലപ്പോൾ വേക്കൻസികൾ, അല്ല അരിയുണ്ടയ്ക്കായിരിക്കും വേക്കൻസികൾ. നമുക്കറിയാവുന്നത് ഓപ്പോസിറ്റുള്ള സാധനമാണ്. ലഡു ആയാലും എള്ളുണ്ടയായാലും അരിയുണ്ടയായാലും ഉണ്ടാക്കുന്ന പ്രോസസ്സ് സെയിം ആണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാണോ അവിടെ വേക്കൻസി ഉള്ളത് അതേ വേക്കൻസിക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ അവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അവിടെ എത്ര വേക്കൻസിക്ക് എണ്ണമുണ്ട്, ഫോർ എക്സാമ്പിൾ 2 വേക്കൻസിക്ക് എണ്ണമുണ്ട്, 10 പേര് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു, അതിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ആദ്യം എടുക്കുന്നത്. പിന്നീടായിരിക്കും അത് അവർ എവിടെ നിന്നുള്ള എക്സ്പീരിയൻസ്, UK ആണോ ഇന്ത്യ ആണോ എന്നുള്ളത്, അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും അവർ ഏതൊക്കെ ഫേമിൽ വർക്ക് ചെയ്തു എന്ന് നോക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ട് ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും അതിൽ 5 പേർക്ക് ഇൻ്റർവ്യൂ ലെറ്റർ കൊടുക്കുന്നത്. ഈ 5 പേരിലോ 6 പേരിലോ പാസ്സാവുന്നവർ, ഇൻ്റർവ്യൂ പാസ്സായി പോകുന്നവരായിരിക്കും അടുത്ത സെക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു ബേസിക്കലി ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാരണം, UK നമ്മൾ നോർമലി മലയാളത്തിൽ സംസാരിക്കും, അല്ലെങ്കിൽ മലയാളം വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കും. എല്ലാവരും അല്ല, 1-2-3% ഫ്ലുവൻ്റ്ലി ഇംഗ്ലീഷ് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് എവിടെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, അയക്കുന്ന മെയിലാണെങ്കിലും അയക്കുന്ന മെസ്സേജുകളാണെങ്കിലും
നമ്മൾ സൂക്ഷിക്കണം. ഇതുപോലെ ഒരുപാട് കഥകൾ എനിക്ക് പറയാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തിനാന്ന് വെച്ചാൽ നാളെ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു സംഭവം ഇങ്ങനെ ഫേസ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ചിലപ്പം ഞാൻ പറഞ്ഞ ഈ സ്റ്റോറി ആയിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഞാൻ 2021 UK ആദ്യമായിട്ട് വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്ന ആ ഒറ്റൊരു വാക്ക്. അവൻ ചിലപ്പോൾ യാദൃശ്ചികമായി പറഞ്ഞു പോയൊരു കാര്യമായിരിക്കും. ഇപ്പം ഇന്ന് 2026 ഞാൻ ഇത് പറയുമ്പോഴും എനിക്ക് ആദ്യം അതാണ് ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ എവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ നേരത്തും ആദ്യം എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മളിൽ പലരും ഇന്ത്യയിലും ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ ബയോഡേറ്റ ഒക്കെ അയക്കാറുണ്ട്. നമ്മൾ ഈ ബയോഡേറ്റ എല്ലാം ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്താണ് അയക്കുന്നത്.